എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷ ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. സമീപകാലത്ത് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ പെടുത്താവുന്ന പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയ ഏതാനും ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്തത് എന്ന് ബോധ്യമുള്ള ഏതാനും ചോദ്യങ്ങളിലേക്ക്. ഈ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ചോദ്യവും ഉത്തരവും അങ്ങനെയാണ് ആദ്യം പറഞ്ഞു പോകുന്നത്. അതിനുശേഷമാണ് 13 ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 13 ചോദ്യങ്ങളുടെയും ശരിയായ ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവയുടെ വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കുന്നത്. അപ്പോ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു കടലാസും പേനയുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 13 ചോദ്യങ്ങളിൽ എത്ര എണ്ണം നമുക്ക് ശരിയാക്കാൻ സാധിച്ചു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. മലയാള പഠനത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനിയും കൂടുതൽ സമയം മലയാളത്തിനായി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള തിരിച്ചറിവിന് ഈ ഒരു മാർക്ക് നിങ്ങളെ സഹായിക്കും. 11 12 മാർക്ക് നേടിയെങ്കിൽ മാത്രമാണ് നിങ്ങൾ മികച്ച രീതിയിൽ പഠിച്ചിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടാൻ അല്ലെങ്കിൽ ആശ്വസിക്കാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം കുറച്ചുകൂടി പഠനം ആവശ്യമാണ്, ഗൗരവതരമായ പഠനം ആവശ്യമാണ് എന്നാണ് അത് തെളിയിക്കുന്നത്. അപ്പോ 13 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം വായിക്കുന്നു, 4 ഓപ്ഷനുകൾ വായിക്കുന്നു. അതിനുശേഷം ഞാൻ ഏതാനും സെക്കൻഡുകൾ നിങ്ങൾക്കായി തരും. എന്തിനു വേണ്ടിയിട്ടാണ്? ശരിയായ ഉത്തരം രേഖപ്പെടുത്താൻ. അതിനുശേഷം മാത്രം തുടർന്നുള്ള ചോദ്യം കാണാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ശരിയായ ഉത്തരം അതിനുശേഷം മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ പോസ് ചെയ്യുക. കൂടുതൽ സമയം ശരിയായ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ശരിയായ ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രം ബാക്കി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഈ പറയുന്നത്. അപ്പൊ കാര്യത്തിലേക്ക് കടക്കാലോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2010 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളത്തിലെ കലാരൂപം ഏതാണ്? ഓപ്ഷൻ എ മുടിയേറ്റ്, ഓപ്ഷൻ ബി കൂടിയാട്ടം, ഓപ്ഷൻ സി പടയണി, ഓപ്ഷൻ ഡി അർജുന നൃത്തം. ഇതിൽ ഏത് കലാരൂപത്തിനാണ് 2010 യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോ 1 എന്ന് എഴുതിയതിനു ശേഷം എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി അല്ലെ കടലാസിൽ രേഖപ്പെടുത്തുക. ശേഷം ഞാൻ പറഞ്ഞ ഉത്തരം കേൾക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉത്തരം എഴുതി കഴിഞ്ഞിട്ടില്ല എങ്കിൽ, കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. ശരിയായ ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, മുടിയേറ്റാണ് ശരിയായ ഉത്തരം. മുടിയേറ്റിനാണ് 2010 യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചത്. ബാക്കിയുള്ള കലാരൂപങ്ങളെ കുറിച്ച് കൂടി പറയാനുണ്ട്, അവയെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് 13 ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞതിന് ശേഷം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഓമനത്തിങ്കൾക്കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് ആരുടെ രചനയാണ്? ഓപ്ഷൻ എ ഇരയിമ്മൻ തമ്പി, ഓപ്ഷൻ ബി കുട്ടിക്കുഞ്ഞ് തങ്കച്ചി, ഓപ്ഷൻ സി ഞെരളത്ത് രാമപ്പൊതുവാൾ, ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. ഏതാ ശരിയായ ഉത്തരം? ഓമനത്തിങ്കൾക്കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് ആരുടെ രചനയാണ്? ഉത്തരം പറയാൻ പോകുന്നു. ഉത്തരം കിട്ടിയില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. കണ്ടെത്തിയതിനു ശേഷം തുടർന്ന് കാണുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇരയിമ്മൻ തമ്പിയാണ്. മലയാളത്തിലേക്കും വെച്ച് ഏറ്റവും മികച്ച താരാട്ടുപാട്ട് എന്ന നിലയിൽ പരിഗണിക്കാവുന്ന ഓമനത്തിങ്കൾക്കിടാവോ നല്ല കോമള താമര പൂവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നാടൻ കലാ അക്കാദമിയുടെ മുഖപത്രം ഇതിലേതാണ്? ഓപ്ഷൻ എ വിജ്ഞാന കൈരളി, ഓപ്ഷൻ ബി തളിര്, ഓപ്ഷൻ സി പൊലി, ഓപ്ഷൻ ഡി കേളി. ഇതിലേതാണ് നാടൻ കലാ അക്കാദമിയുടെ മുഖപത്രം? ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പൊലി. പൊലി ആണ് നാടൻ കലാ അക്കാദമിയുടെ മുഖപത്രം. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയിൽ ഒരു അസന്തുലിതാവസ്ഥ ഉടലെടുക്കുന്നുവെന്നും അത് സ്വാംശീകരണം, സംസ്ഥാപനം എന്നീ പ്രക്രിയകളിലൂടെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് സിദ്ധാന്തിച്ചത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ ബെഞ്ചമിൻ എസ് ബ്ലൂം, ഓപ്ഷൻ ബി പാവ്ലോവ്, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി
പിയാഷെ. ആരാണ് ശരിയായ ഉത്തരം? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ജീൻ പിയാഷെ ആണ് ഇങ്ങനൊരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയിൽ ഒരു അസന്തുലിതാവസ്ഥ ഉടലെടുക്കുന്നു, അത് സ്വാംശീകരണം, സംസ്ഥാപനം എന്നീ പ്രക്രിയകളിലൂടെ പരിഹരിക്കപ്പെടുന്നു എന്ന സിദ്ധാന്തം പിയാഷയുടേതാണ്. അഞ്ചാമത്തെ ചോദ്യം, കേരള ഇബ്സൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെയാണ്? ഓപ്ഷൻ എ എൻ കൃഷ്ണപിള്ള, ഓപ്ഷൻ ബി സി വി രാമൻപിള്ള, ഓപ്ഷൻ സി എസ് കെ പൊറ്റേക്കാട്ട്, ഓപ്ഷൻ ഡി തകഴി ശിവശങ്കരപിള്ള. ഇവരിൽ ആരെയാണ് കേരള ഇബ്സൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം പറയട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം ഇതാണ്, ഭാഷാബോധന തന്ത്രത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ എ അക്ഷരം പദം വാക്യം ആശയം, ഓപ്ഷൻ ബി പദം അക്ഷരം വാക്യം ആശയം, ഓപ്ഷൻ സി അക്ഷരം പദം ആശയം വാക്യം, ഓപ്ഷൻ ഡി ആശയം വാക്യം പദം അക്ഷരം. ഏതാണ് ശരിയായ ക്രമം എന്നതാണ് ചോദ്യം. കൂടുതൽ സമയം ആവശ്യമെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. ഞാൻ ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആശയാവതരണ രീതിയിൽ ആദ്യം കുട്ടികളെ ആശയം പഠിപ്പിക്കുകയും അതിൽ നിന്ന് വാക്യത്തിലേക്കും അതിൽ നിന്ന് പദത്തിലേക്കും അതിൽ നിന്ന് മാത്രമാണ് അക്ഷരത്തിലേക്കും നയിക്കുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഏഴാമത്തെ ചോദ്യം ഇതാണ്, തൂലിക പടവാളാക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ നല്ല പോരാളിയാവുക, ഓപ്ഷൻ ബി കഠിനമായി ശിക്ഷിക്കുക, ഓപ്ഷൻ സി ഏർപ്പെടുന്ന സംഗതികൾ ഉത്കൃഷ്ടമാക്കുക, ഓപ്ഷൻ ഡി എഴുത്തിലൂടെ പോരടിക്കുക. ഏതാ ശരിയായ ഉത്തരം? തൂലിക പടവാളാക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എഴുത്തിലൂടെ പോരടിക്കുക എന്നാണ് തൂലിക പടവാളാക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ചുവടെ നൽകിയവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണമായ പദം ഏത്? ഓപ്ഷൻ എ വരികില്ല, ഓപ്ഷൻ ബി പോകരുത്, ഓപ്ഷൻ സി വിലസിന, ഓപ്ഷൻ ഡി കടപ്പുറം. ഏതാ ശരിയായ ഉത്തരം? ആഗമസന്ധിക്ക് ഉദാഹരണമായിട്ട് പരിഗണിക്കാവുന്നത് ഇവയിൽ ഏത് പദമാണ്? ഉത്തരം കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. കിട്ടിയെങ്കിൽ മാത്രം തുടർന്ന് കാണുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. വിലസിന എന്നുള്ളത് മാത്രമാണ് ഈ തന്നിട്ടുള്ളതിൽ ആഗമസന്ധിക്ക് ഉദാഹരണമായിട്ട് പരിഗണിക്കാവുന്നത്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്, വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥം ലഭിക്കുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ വിശ്വസ്തൻ, ഓപ്ഷൻ ബി വിശ്വസ്തൻ, ഓപ്ഷൻ സി വിശ്വാസ്യൻ, ഓപ്ഷൻ ഡി വിശ്വരൂപൻ. എയും ബിയും ഒക്കെ നല്ലതുപോലെ വായിച്ചു നോക്കണം കേട്ടോ. അതില് അക്ഷരങ്ങൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഉത്തരം കിട്ടിയോ? വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ഇതിൽ ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. വിശ്വസ്തൻ എന്ന് എഴുതിയിരിക്കുന്നിടത്താണ് വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥം കിട്ടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്, മുല്ലപ്പൂവ് എന്നതിലെ സമാസം ഏതാണ്? ഓപ്ഷൻ എ ദ്വന്ദ്വ സമാസം, ഓപ്ഷൻ ബി ബഹുവ്രീഹി, ഓപ്ഷൻ സി ദ്വിഗു സമാസം, ഓപ്ഷൻ ഡി തത്പുരുഷൻ. ഏതാ ശരിയായ ഉത്തരം? മുല്ലപ്പൂവ് എന്നതിലെ സമാസം ഏതാണ്? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തത്പുരുഷ സമാസമാണ് മുല്ലപ്പൂവ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചുവടെ തന്നിട്ടുള്ളതിൽ മൂല്യനിർണയത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങൾ തിരിച്ചറിയുക, ഓപ്ഷൻ ബി നേടിയ സ്കോറുകളെ അടിസ്ഥാനമാക്കി കുട്ടികളെ തരംതിരിക്കുക, ഓപ്ഷൻ സി പാഠ്യപദ്ധതി ഉദ്ദേശ്യങ്ങൾ എത്രത്തോളം പഠിതാവ് ആർജിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുക, ഓപ്ഷൻ ഡി പഠന ബോധന പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കുക. ഇതിൽ
മൂല്യനിർണയത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം കിട്ടിയോ? പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് മൂല്യനിർണയത്തിന്റെ ലക്ഷ്യമല്ല. 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ എ, മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. ഓപ്ഷൻ ബി, ഏകദേശം 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി. ഓപ്ഷൻ സി, നടക്കുവാനും സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. ഓപ്ഷൻ ഡി, പെട്ടെന്നുണ്ടായ ആകസ്മിക മഴ വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെട്ടു. ഏതാണ് ശരിയായ വാക്യം എന്നതാണ് ചോദ്യം. വീഡിയോ പോസ് ചെയ്യുക, സമയമെടുത്ത് വായിക്കുക, ശരിയായ ഉത്തരം കണ്ടെത്തിയതിന് ശേഷം മാത്രം തുടർന്ന് കാണുക. പറയാൻ പോകുന്ന ഉത്തരം, ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി എന്നുള്ളതാണ് ശരിയായ വാക്യം. എന്താണ് ബാക്കിയുള്ള വാക്യങ്ങളിലെ തെറ്റും തകരാറും? നമുക്ക് വഴിയെ പരിശോധിക്കാം. ഈ സെഷനിലെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അനുപ്രയോഗത്തിന് ഉദാഹരണമായിട്ട് പരിഗണിക്കാവുന്നത് ഏത് വാക്യമാണ്? ഓപ്ഷൻ എ, അവൻ പോകട്ടെ. ഓപ്ഷൻ ബി, അവൾ പറഞ്ഞുപോയി. ഓപ്ഷൻ സി, നാളെ നിങ്ങൾ വരണം. ഓപ്ഷൻ ഡി, പൂക്കൾ വിടരുന്നു. അനുപ്രയോഗത്തിന് ഉദാഹരണമായിട്ട് പരിഗണിക്കാവുന്നത് ഇതിൽ ഏത് വാക്യമാണ്? പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അവൾ പറഞ്ഞുപോയി എന്നുള്ളതാണ് അനുപ്രയോഗത്തിന് ഉദാഹരണമായിട്ട് പരിഗണിക്കാവുന്നത്. അപ്പൊ 13 ചോദ്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതാണ് ഉത്തര സൂചിക. 13ൽ എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിച്ചു? 1 എ, 2 എ, 3 സി, 4 ഡി, 5 എ, 6 ഡി, 7 ഡി, 8 സി, 9 എ, 10 ഡി, 11 എ, 12 എ, 13 ബി. ഇങ്ങനെയാണ് ഉത്തര സൂചിക. എത്ര എണ്ണം ശരിയാക്കാൻ സാധിച്ചു എന്ന് വിലയിരുത്തുക. 11ഓ 12ഓ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. മികച്ച രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രകടനം കാഴ്ചവെക്കാനാകും എന്നൊക്കെ നമുക്ക് സമാശ്വസിക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ പഠനം കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്നാണ് സൂചന. കിട്ടിയല്ലോ. ഇനി നമ്മൾ നേരെ എങ്ങോട്ടേക്ക് കടക്കുന്നു? വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും. എന്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷനുകൾ ഉത്തരമായില്ല, അല്ലെങ്കിൽ അവയുടെ വിശദീകരണം എന്താണ് എന്ന സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: 2010 യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപം ഏതാണ്? ശരിയായ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. മുടിയേറ്റാണ് ശരിയായ ഉത്തരം. മുടിയേറ്റുമായി ബന്ധപ്പെട്ട അനേകം ചോദ്യങ്ങൾ മുൻപും നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അവയിലൂടെയും നമുക്കൊന്ന് കടന്നു പോകാം. നോക്കിക്കേ, കേരളത്തിലെ നാടോടി നാടകങ്ങളിൽ അതിപ്രാചീനമായ അനുഷ്ഠാന രംഗകലയാണ് മുടിയേറ്റ്. അപ്പൊ ചുവടെ തന്നിട്ടുള്ളതിൽ അനുഷ്ഠാന രംഗകലയായി പരിഗണിക്കാവുന്ന കലാരൂപം ഏത്? അങ്ങനെയും ചോദ്യം വരാം. ഇനി കുറുപ്പ്, മാരാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്ന കലയാണ് മുടിയേറ്റ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിലെ പ്രമേയം എന്താണ്? ദാരികാവധമാണ്. ദാരിക ദാനവേന്ദ്രന്മാർ, അങ്ങനെ 2 അസുരന്മാരുണ്ടായിരുന്നു. അവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഭദ്രകാളി അവതാരം എടുക്കുകയും ഇവരെ വധിക്കുകയും ചെയ്യുന്നതാണ് മുടിയേറ്റിലെ പ്രമേയം. 12 മുതൽ 20 വരെ ആളുകൾ വേണം ഈ കഥ അവതരിപ്പിക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ്? കളമെഴുത്ത്, തിരിയൊഴിച്ചില്, താലപ്പൊലി, പ്രതിഷ്ഠാപൂജ, കളം മായ്ക്കൽ എന്നിവയാണ് മുടിയേറ്റിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. മുടിയേറ്റിൽ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? അരങ്ങുകേളി, അരങ്ങുവാഴ്ത്തൽ, ദാരികന്റെയും കാളിയുടെയും പുറപ്പാട്, കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം, ഇത്രയുമാണ് മുടിയേറ്റിലുള്ളത്. അപ്പോ മുടിയേറ്റുമായി ബന്ധപ്പെട്ടതേത്, അല്ലെങ്കിൽ മുടിയേറ്റുമായി ബന്ധപ്പെടാത്തതേത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, ചടങ്ങുകളുടെ പേര് തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മുൻപ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ മുടിയേറ്റ് ഇടം നേടിയത് ഏതു വർഷമാണ്? 2010 ഡിസംബറിലാണ് മുടിയേറ്റ് സ്ഥാനം പിടിച്ചത്. കിട്ടിയല്ലോ. പിന്നെ
കൂടിയാട്ടം തീർച്ചയായും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു കലാരൂപമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തിലെ ആദ്യത്തെ കലാരൂപം കൂടിയാണ്. എന്തിന്? ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ നൃത്തരൂപം കൂടിയാണ് ഏത്? കൂടിയാട്ടം. 2010 മുടിയേറ്റ് പട്ടികയിൽ ഉൾപ്പെട്ടതെങ്കിൽ 2001 കൂടിയാട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് എന്ന കാര്യം ഓർത്തുവെക്കുക. വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കിക്കേ, കേരളത്തിലെ പരമ്പരാഗത സംസ്കൃത നാടകരൂപമായ കൂടിയാട്ടം 2001 യുനെസ്കോയുടെ മാനവികതയുടെ വാക്കാലുള്ളതും അദൃശ്യവുമായ പൈതൃകത്തിന്റെ മാസ്റ്റർ പീസ് അഥവാ മാസ്റ്റർ പീസ് ഓഫ് ദി ഓറൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റിയായി അംഗീകരിക്കപ്പെട്ട ആദ്യ ഭാരതീയ കലാരൂപമാണ്. ഇദ്ദേഹത്തെ മനസ്സിലായോ? ഇദ്ദേഹമാണ് മാണി മാധവ ചാക്യാര്. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം? ഒരു കൂടിയാട്ട കലാകാരൻ എന്നതിലുപരി കൂടിയാട്ടത്തിന്റെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന, കൂടിയാട്ടത്തിന്റെ സമസ്ത വശങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് നാട്യകൽപദ്രുമം. അത് രചിച്ചത് ആരാണ്? മാണി മാധവ ചാക്യാരാണ്. അതാണ് കൂടിയാട്ടവും മാണി മാധവ ചാക്യാരും തമ്മിലുള്ള ബന്ധം. വേണമെങ്കിൽ എങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. മാണി മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അതുപോലെ മറ്റൊരു ചോദ്യം വരാം, നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? കണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുൻപ് വന്നിട്ടുള്ളതാണ്. ഇനി വരുന്ന പരീക്ഷയിലും അത് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രസ്തുത ഗ്രന്ഥത്തിനാണ് 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എന്നുകൂടി ഓർക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം വളരെ മുകളിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്കല്ല, കുറച്ച് കാര്യങ്ങൾ കൂടി കൂടിയാട്ടത്തെ കുറിച്ച് പറയാനുണ്ട്. അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്കൃത നാടക രൂപം ഏത്? പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ശരിയായ ഉത്തരം കൂടിയാട്ടമാണ്. കൂടിയാട്ടത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഏതൊക്കെയാണ്? അരങ്ങ് വിധാനം, ഗോഷ്ഠി കാട്ടുക, അക്കിത്തം ചൊല്ലൽ, അരങ്ങ് തളിക്കൽ എന്നിവയാണ് കൂടിയാട്ടത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഗോഷ്ഠി കാട്ടുക ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അർജുന നൃത്തം ഉണ്ടായിരുന്നു ഓപ്ഷനില്. എന്താണ് അർജുന നൃത്തത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്? മയിൽപീലി തൂക്കം എന്നുകൂടി അറിയപ്പെടുന്ന തനത് നൃത്തരൂപമാണേത്? അർജുന നൃത്തം. കണ്ടോ, മയിൽപീലികൾ കൊണ്ടാണ് ചുറ്റും താറ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഏതൊരു പേര് കൂടിയുണ്ട്? മയിൽപീലി തൂക്കം എന്ന പേര് കൂടിയുണ്ട്. മയിൽപീലി തൂക്കം എന്നും അർജുന നൃത്തം എന്നും അറിയപ്പെടുന്നത് ഒരേ കലാരൂപമാണ്. കേരളത്തിൽ ഏത് ജില്ലയിലാണ് അർജുന നൃത്തത്തിന് പ്രചാരമുള്ളത്? ശരിയായ ഉത്തരം കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലാണ് അർജുന നൃത്തത്തിന് പ്രാധാന്യമുള്ളത്. പിന്നെ അടുത്തത് പടയണി. ഓപ്ഷനിൽ ഉണ്ടായിരുന്നു പടയണി. വളരെ വളരെ പ്രധാനപ്പെട്ടത്. കേരളത്തിന്റെ പ്രാചീന സംസ്കാരത്തിന്റെ പ്രതീകങ്ങളിൽ ഒന്നായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന അനുഷ്ഠാന സ്വഭാവം കൂടിയുള്ള ഒരു കലാരൂപമാണേത്? പടയണി. കവുങ്ങിൻ പാളയിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളി ഉറയുന്നതാണ് ഇതിന്റെ അവതരണ രീതി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് പടയണിയുടെ പ്രധാന വാദ്യമേത്? പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഉത്തരം തപ്പാണ്. തപ്പാണ് പ്രധാനപ്പെട്ട വാദ്യം. കൈമണിയും ചെണ്ടയും കൂടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അറിയേണ്ടത് എന്താണ്? മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലായി പരന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ പടയണി നടത്താറുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന നാടോടി കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? പടയണിയാണ്. കേന്ദ്ര ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കടമ്മനിട്ട പടയണി ഗ്രാമം കേരളത്തിലെ പ്രമുഖ പടയണി പഠന പരിശീലന കേന്ദ്രമാണ്. ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, കടമ്മനിട്ട പടയണി ഗ്രാമം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പത്തനംതിട്ടയാണ് കേട്ടോ. പത്തനംതിട്ടയാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന കവി നമുക്ക് സുപരിചിതനാണ് അല്ലെ?
കുറത്തി എന്ന കവിത എഴുതിയ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് വളരെ പ്രസിദ്ധമായ വരികൾ ഇത് കടമ്മനിട്ട രാമകൃഷ്ണൻ കുറത്തി എന്ന കവിതയിൽ രചിച്ചിട്ടുള്ളതാണ്. ആ കവിത എഴുതിയ കടമ്മനിട്ട രാമകൃഷ്ണൻ അടക്കമുള്ളവർ മുൻകൈ എടുത്തുകൊണ്ടാണ് കടമ്മനിട്ടയിൽ പടയണി ഗ്രാമം സ്ഥാപിച്ചത്. അന്യം നിന്ന് പോകാൻ സാധ്യതയുണ്ടായിരുന്ന പടയണി എന്ന കലാരൂപത്തെ പഠിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് പടയണി ഗ്രാമത്തിലൂടെ നടക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് ഇരയിമ്മൻ തമ്പിയുടെ രചനയാണ് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദരസത്തെ പറവതിനെഴുതാമോ? സിനിമാ പാട്ട് എന്ന നിലയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ വരികൾ രചിച്ചതും ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. അതുപോലെ വീരവിരാട കുമാര വിഭോ എന്നാരംഭിക്കുന്ന ഗാനവും ഇരയിമ്മൻ തമ്പിയുടെ തന്നെ സംഭാവനയാണ്. ഓപ്ഷനിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു, കുട്ടിക്കുഞ്ഞ് തങ്കച്ചി. അതാരാണ്? ഇരയിമ്മൻ തമ്പിയുടെ തന്നെ മകളാണ്. അത് മാത്രമല്ല അവരുടെ പ്രാധാന്യം, കർണാടക സംഗീതത്തിലെ ആദ്യത്തെ ഗാനരചയിത്രി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? കുട്ടിക്കുഞ്ഞ് തങ്കച്ചി തന്നെയാണ്. അതാണ് ആ കുട്ടിക്കുഞ്ഞ് തങ്കച്ചിയുടെ പ്രാധാന്യം. പിന്നെ നവരാത്രി കീർത്തനങ്ങൾ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. PSCയിലൊക്കെയാണ് ഈ ചോദ്യം ആവർത്തിക്കുന്നത്. ശരിയായ ഉത്തരം സ്വാതി തിരുനാളാണ്. നവരാത്രി കീർത്തനങ്ങൾ സ്വാതി തിരുനാൾ. ഇനി ഞെരളത്ത് രാമപൊതുവാൾ ഉണ്ടായിരുന്നു ഓപ്ഷനില്. ഞെരളത്ത് രാമപൊതുവാൾ ഏത് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം സോപാന സംഗീതം. സോപാന സംഗീതം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിൽ ഇടയ്ക്ക കൊട്ടി പാടുന്നതാണ് അല്ലെ സോപാന സംഗീതം എന്ന് പറയുന്നത്. അതിനെ അവിടെ നിന്നും മോചിപ്പിച്ച് ജനകീയമാക്കി ക്ഷേത്രത്തിന് പുറത്ത് അവതരിപ്പിക്കപ്പെടുകയും കൂടുതൽ പോപ്പുലർ ആവുകയും ചെയ്തത് ആരുമായി ബന്ധപ്പെട്ടപ്പോഴാണ്? ഞെരളത്ത് രാമപൊതുവാളുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി അത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കല കൂടിയാണ് സോപാന സംഗീതം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? സോപാനം എന്നാണ്. സോപാനം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? അല്ലെങ്കിൽ ആരുടെ ആത്മകഥയാണ് സോപാനം? അതുമല്ലെങ്കിൽ ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥയുടെ പേരെന്ത്? തുടങ്ങിയ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. നാടൻ കലാ അക്കാദമിയുടെ മുഖപത്രം ഏത്? പൊലി ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉത്തരം നമുക്ക് കിട്ടി. ബാക്കിയുള്ള 3 ഓപ്ഷനുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടത്, പലപ്പോഴായി പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായി വന്നിട്ടുള്ളത്. നോക്കിക്കേ, വിജ്ഞാന കൈരളി ഏത് സ്ഥാപനത്തിന്റെ മുഖപത്രമാണ്? ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടതാണ് വിജ്ഞാന കൈരളി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേര് എന്താണ്? തളിര്. തളിര്. നാടൻ കലാ അക്കാദമിയുടെയാണ് പൊലി. അതുപോലെ സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് ഏത്? കേളി. ഒരു കാരണവശാലും വിട്ടുകളയരുത്. 4ഉം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയിൽ ഒരു അസന്തുലിതാവസ്ഥ ഉടലെടുക്കുന്നുവെന്നും അത് സ്വാംശീകരണം, സംസ്ഥാപനം എന്നീ പ്രക്രിയകളിലൂടെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് സിദ്ധാന്തിച്ചത് ജീൻ പിയാഷെയാണ്. ജ്ഞാതൃവാദത്തിന്റെ പ്രധാന വക്താവ് കൂടിയാണ് ജീൻ പിയാഷെ. ജീവികൾ ചുറ്റുപാടുമായി ശാരീരികമായി പൊരുത്തപ്പെടുന്നതിന് സമാനമായി മാനസികമായും പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഈ പ്രക്രിയയാണ് അദ്ദേഹം അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ എന്ന് വിളിച്ചത്. പിന്നെയോ ചുറ്റുപാടുമായി ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിൽ വ്യക്തികൾ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു. വ്യക്തിയുടെ നിലവിലുള്ള വൈജ്ഞാനിക നിലവാരത്തിന് അപ്പുറമുള്ള കാര്യങ്ങളാകും പ്രശ്നമായി അനുഭവപ്പെടുന്നത്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമുക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ഈ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ടല്ലോ, അതായത് ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല എന്നുള്ള തിരിച്ചറിവ്, ഇത് ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയിൽ അസന്തുലിതാവസ്ഥ അഥവാ ഡിസിക്വിലിബ്രിയം സൃഷ്ടിക്കുന്നു എന്നാണ് ജീൻ പിയാഷെ പറഞ്ഞത്. ഇത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല മുതിർന്നവരുടെ കാര്യത്തിലും
സംഭവിക്കുന്നതാണ്. ഈ അസന്തുലിതാവസ്ഥ ഇല്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രസ്തുത പ്രശ്നം പരിഹരിക്കപ്പെടണം. അതായത് ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഇല്ലാതാകണം. ഇത് രണ്ട് തരത്തിൽ സംഭവിക്കാം. ഈ അറിവില്ലായ്മ ഇല്ലാതെയാകൽ അഥവാ പുതിയ അറിവ് നേടൽ രണ്ട് തരത്തിൽ സംഭവിക്കാം എന്ന് പിയാഷെ പറയുന്നു. ഒന്നാമത്തെ മാർഗം നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് പ്രശ്ന പരിഹരണം നടത്തലാണ്. പൂർണ്ണമായ അറിവില്ല, നമ്മുടെ ഉള്ള അറിവ് വെച്ചുകൊണ്ട് ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഇതിനെയാണ് സ്വാംശീകരണം അഥവാ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന് സാധ്യമല്ലെങ്കിലോ പുതിയ വിജ്ഞാനം സൃഷ്ടിച്ചുകൊണ്ട് പ്രശ്ന പരിഹാരം ഉണ്ടാക്കണം. ഇതിനെയാണ് എന്ത് പറയുന്നത്? സംസ്ഥാപനം അഥവാ അക്കമൊഡേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന സാങ്കേതിക പദങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ആരുടെ സംഭാവനയാണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ മുൻപ് പലയാവർത്തി പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ പഠിതാവിന്റെ മനസ്സിൽ ഇപ്രകാരം സൃഷ്ടിക്കപ്പെട്ട അനവധി അറിവുകളുണ്ട്. അതായത് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം വിജയകരമായി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, അല്ലെ, പുതിയ വൈജ്ഞാനിക ഘടകങ്ങൾ. ഈ കിട്ടുന്ന ഓരോ പുതിയ അറിവിനെയും സ്കീമകൾ എന്നാണ് ആര് വിളിച്ചത്? ജീൻ പിയാഷെ വിളിച്ചത്. അനവധി സ്കീമകൾ ചേരുമ്പോഴാണ് വിജ്ഞാന ഘടനകൾ ഉണ്ടാകുന്നതത്രേ. വിജ്ഞാന ഘടനകൾ അഥവാ സ്കീമകൾ ആരുടെ സംഭാവന? ജീൻ പിയാഷെയുടെ തന്നെ സംഭാവന. പുതിയ വൈജ്ഞാനിക ഘടനയെയാണ് എന്ത് വിളിക്കുന്നത്? സ്കീമകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. പിന്നെ ഓരോ പുതിയ നിഗമനം രൂപീകരിക്കുമ്പോഴും പല അറിവുകളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു വിജ്ഞാന ഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അറിവുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രക്രിയ, ഓരോ പ്രക്രിയയും സസൂക്ഷ്മം നിരീക്ഷിക്കണം, അല്ലെ? ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏതിന് കൊടുക്കാവുന്ന നിർവചനമാണിത് എന്ന തരത്തിൽ ചോദ്യം വരാം കേട്ടോ. അറിവുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രക്രിയയെ, അല്ലെങ്കിൽ സ്കീമകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രക്രിയയെയാണ് പിയാഷെ എന്ത് വിളിച്ചത്? സംയോജനം അഥവാ ഓർഗനൈസേഷൻ എന്ന് വിളിച്ചത്. പിന്നെ ചുരുക്കത്തിൽ ചുറ്റുപാടുമായി ഇടപെടുന്ന കുട്ടികൾ തുടർച്ചയായി നടത്തുന്ന സ്വാംശീകരണവും സംയോജനവുമാണ് പഠനത്തിന്റെയും അതുവഴി വികാസത്തിന്റെയും അടിസ്ഥാനം എന്നതാണ് ജീൻ പിയാഷെയുടെ വിജ്ഞാന തിയറിയുടെ ഒരു ചുരുക്കം. ഓക്കെ, അടുത്ത ചോദ്യം. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എൻ കൃഷ്ണപിള്ളയാണ്. കേരള ഇബ്സൻ എന്നും കൈരളിയുടെ കഥാകാരൻ എന്നും അറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള തന്നെയാണ്. കൈരളിയുടെ കഥാകാരൻ. കൈരളിയുടെ കഥ എന്ന പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത് ചെറുകഥയോ നോവലോ ഒന്നുമല്ല. പിന്നെയോ കേരളത്തിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ ചരിത്രം ഒരു നോവൽ പോലെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നതാണ് കൈരളിയുടെ കഥ എന്ന ഗ്രന്ഥത്തിൽ. അത് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സാഹിത്യ നിരൂപണം എന്ന് പറയാം കേട്ടോ. സാഹിത്യ നിരൂപണമാണ്, അല്ലാതെ ചെറുകഥയോ നാടകമോ നോവലോ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക. അപ്പോ കൈരളിയുടെ കഥ എന്ന ഗ്രന്ഥം രചിച്ചതുകൊണ്ട് എൻ കൃഷ്ണപിള്ള ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നു? കൈരളിയുടെ കഥാകാരൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് ഇബ്സന്റെ നാടക സങ്കേതങ്ങളെ മലയാള നാടക സാഹിത്യത്തിൽ ആവിഷ്കരിച്ചത് കൊണ്ടാണ്. ശരി, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നതോ കാളിദാസന്റെ പ്രധാനപ്പെട്ട നാടകമായ അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊണ്ട്, ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ എന്ത് വിളിക്കുന്നത്? കേരള കാളിദാസൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ മലയാളത്തിന്റെ ഏറ്റവും ആധികാരികവും ശാസ്ത്രീയവുമായ വ്യാകരണ ഗ്രന്ഥം കേരള പാണിനീയം. ഈ ഗ്രന്ഥം എഴുതിയത് കൊണ്ടാണ് AR രാജരാജവർമ്മയെ കേരള പാണിനി എന്ന് വിളിക്കുന്നത്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ. കാര്യം പിടികിട്ടിട്ടുണ്ടാകും അല്ലെ? സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വ്യാസഭാരതം 874 ദിവസം കൊണ്ട് 1,20,000-ൽ പരം വരുന്ന ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ എന്ത് വിളിക്കുന്നത്?
കേരള വ്യാസൻ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ വാൽമീകി രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് വള്ളത്തോളിനെ എന്ത് വിളിക്കുന്നത്? കേരള വാൽമീകി എന്ന് വിളിക്കുന്നത്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മഹാനായ കൃഷ്ണ ഭക്തനാണ് സൂർദാസ്. അതിന് സമാനമായിട്ട് മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കൃഷ്ണഭക്തനാണ് ആര്? ജ്ഞാനപ്പാന എന്ന കൃതി രചിച്ച പൂന്താനം. അതുകൊണ്ട് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരിയാണ്. ജ്ഞാനപ്പാന എന്ന കൃതി രചിച്ചത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാറുണ്ട്. ഉത്തരം പൂന്താനമാണ്. നാരായണീയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് കേട്ടോ. കേരള ഹോമർ എന്നറിയപ്പെടുന്നത് ആരാണ്? രാമകഥാപാട്ട് രചിച്ച അയ്യപ്പിള്ള ആശാനാണ് കേരള ഹോമർ എന്ന് അറിയപ്പെടുന്നത്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നതോ 2007 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറുപ്പാണ്. കേരള ചോസർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ശ്രീരാമകവിയാണ്. എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നു? കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന മലയാള കൃതിയാണ് രാമചരിതം. ഈ രാമചരിതത്തിന്റെ കർത്താവാണ് ശ്രീരാമകവി. ഇംഗ്ലീഷ് കവിതാ സാഹിത്യം ആരംഭിക്കുന്നത് ജെഫ്രി ചോസറിലൂടെയാണ്. അതിന് സമാനമായിട്ട് മലയാള കവിതാ സാഹിത്യം തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങി വെച്ചത് ശ്രീരാമകവി ആയതുകൊണ്ടാണ്. രാമചരിതം എന്ന കൃതി രചിച്ചത് കൊണ്ടാണ് ശ്രീരാമകവിയെ എന്ത് വിളിക്കുന്നത്? കേരള ചോസർ എന്ന് വിളിക്കുന്നത്. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് കേട്ടോ. ഗ്രീക്ക് ദേവനായ ഓർഫ്യൂസിന്റെ പേരിലാണ് ഗന്ധർവ കവിയായ ചങ്ങമ്പുഴ അറിയപ്പെടുന്നത്. പിന്നെ കേരള വാൽമീകി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊണ്ടാണ് വള്ളത്തോള് കേരള വാൽമീകി എന്നറിയപ്പെട്ടത്. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ ഐതിഹാസിക നോവലുകളുടെ രചനയിലൂടെയാണ് CV രാമൻപിള്ള കേരള സ്കോട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത്. ലോക സാഹിത്യത്തിൽ ഉണ്ടായ ഐവാൻഹോ എന്ന ആദ്യ ഐതിഹാസിക നോവലിന്റെ മാതൃകയിലാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ ആര് രചിച്ചത്? CV രാമൻപിള്ള രചിച്ചത്. എന്താണോ ലോക സാഹിത്യത്തിൽ സ്കോട്ട് ചെയ്തത് അതിന് സമാനമായി മലയാള സാഹിത്യത്തിൽ ചെയ്തതിന്റെ പേരിലാണ് CV രാമൻപിള്ളയെ എന്ത് വിളിക്കുന്നത്? കേരള സ്കോട്ട് എന്ന് വിളിക്കുന്നത്. കേരള മോപ്പസാങ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? തകഴി ശിവശങ്കരപിള്ളയാണ് കേട്ടോ. ലോക സാഹിത്യത്തിൽ ആദ്യമായി തൊഴിലാളികളുടെ, കർഷകരുടെ, കഷ്ടപ്പെടുന്നവരുടെ കഥ അവതരിപ്പിച്ചത് ഫ്രഞ്ച് സാഹിത്യകാരനായ മോപ്പസാങ് ആണ്. അതിന് സമാനമായിട്ട് മലയാള സാഹിത്യത്തിൽ അല്ലെ രണ്ടിടങ്ങഴി, അതുപോലെ തന്നെ അനുഭവങ്ങൾ, പാളിച്ചകൾ തുടങ്ങിയ അനേകം നോവലുകൾ അല്ലെ, തോട്ടിയുടെ മകൻ തുടങ്ങിയ നോവലുകളുടെയൊക്കെ രചനയിലൂടെയാണ് തകഴി ശിവശങ്കരപിള്ള കേരള മോപ്പസാങ് അല്ലെങ്കിൽ കുട്ടനാടിന്റെ കഥാകാരൻ എന്ന വിശേഷണത്തിന് അർഹനായത്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായരാണ്. മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ ബോധധാര നോവൽ കൂടിയാണ് മഞ്ഞ്. അതിന്റെ രചനയിലൂടെയാണ് കേരള ഹെമിംഗ്വേ എന്ന അപരനാമത്തിന് അർഹനായത്. കാരണം എന്താ? ലോക സാഹിത്യത്തിലെ തന്നെ ആദ്യത്തെ ബോധധാര നോവലാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ രചിച്ച ഓൾഡ് മാൻ ആൻഡ് ദി സീ അഥവാ കിഴവനും കടലും. അപ്പൊ മലയാള സാഹിത്യത്തിൽ ആദ്യമായിട്ടൊരു ബോധധാര നോവൽ രചിച്ചത് MT ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അതിനു മുമ്പ് തന്നെ പോഞ്ഞിക്കര റാഫി സ്വർഗദൂതൻ എന്ന ബോധധാര നോവൽ രചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. അത് പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചില്ല. അങ്ങനെ ഒരു സ്വീകരണം ബോധധാര നോവലിന് മലയാള സാഹിത്യത്തിൽ ലഭിച്ചത് ഏത് നോവലിലൂടെയാണ്? MTയുടെ മഞ്ഞ് എന്ന നോവലിലൂടെയാണ്. അതുകൊണ്ടാണ് സ്വർഗദൂതൻ എഴുതിയ പോഞ്ഞിക്കര റാഫിയെ കേരള ഹെമിംഗ്വേ എന്ന് വിളിക്കാത്തതും MT വാസുദേവൻ നായരെ കേരള ഹെമിംഗ്വേ എന്ന് വിളിക്കുന്നതും. കിട്ടിയല്ലോ? വളരെ വളരെ പ്രധാനപ്പെട്ടത്. 1995 MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം,
ഭാഷാബോധന തന്ത്രത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? ആശയം, വാക്യം, പദം, അക്ഷരം. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അക്ഷരാവതരണ രീതിയായിരുന്നു. ഓപ്ഷൻ എയിൽ കാണുന്നത് പോലെ ആദ്യം അക്ഷരം പഠിപ്പിക്കും, അക്ഷരങ്ങൾ ചേർത്ത് വാക്കുണ്ടാക്കാൻ പഠിപ്പിക്കും, വാക്കുകൾ ചേർത്ത് സെന്റൻസുകൾ അഥവാ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. അതിനുശേഷം മാത്രമാണ് അതിന്റെ ആശയത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരിക. ഇതായിരുന്നു അക്ഷരാവതരണ രീതി. പരമ്പരാഗത രീതി ഏതായിരുന്നു? അക്ഷരാവതരണ രീതിയായിരുന്നു. ഇപ്പൊ അതിന്റെ ക്രമം നേരെ തിരിച്ചിട്ടാൽ കിട്ടുന്നത് എന്തോ അതാണ് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. ആദ്യം കുട്ടികളിലേക്ക് ആശയം പറഞ്ഞു കൊടുക്കും. ആ ആശയത്തെ എങ്ങനെയാണ് ലിപിയിൽ അല്ലെങ്കിൽ അക്ഷര രൂപത്തിൽ അവതരിപ്പിക്കാനാവുക എന്ന് പിന്നീട് പറഞ്ഞു കൊടുക്കും. അതായത് എങ്ങനെയാണ് അത് വാക്യരൂപത്തിൽ അവതരിപ്പിക്കേണ്ടത് എന്ന്. അതിനുശേഷമാണ് ആ വാക്യത്തിലെ ഓരോ വാക്കുകളെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. വാക്കുകൾ പരിചയപ്പെടുത്തി കൊടുത്ത ശേഷമാണ് അതിലെ അക്ഷരങ്ങളെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുക. ഇതാണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതി എന്നാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ പരമ്പരാഗത രീതി ഏതാണ്? അക്ഷരാവതരണ രീതിയാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ആശയാവതരണ രീതിയാണ്. മാറിപ്പോകരുത് കേട്ടോ. ആശയാവതരണ രീതി എന്നത് ഒരാശയത്തെ വ്യക്തവും ക്രമീകൃതവുമായും അവതരിപ്പിക്കുന്നതിനുള്ള രീതിയാണ്. ആശയത്തിൽ തുടങ്ങി വാക്യം, പദം, അക്ഷരം എന്നിങ്ങനെ ചെറുതാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു സമീപനമാണ്. അതുവഴി ഭാഷയും അക്ഷരങ്ങളും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സമഗ്രതയിൽ നിന്ന് ഭാഗങ്ങളിലേക്ക്, അതായത് ആശയം വ്യക്തമാക്കുന്ന വാക്യങ്ങളിൽ നിന്ന് വാക്കുകളിലേക്കും അക്ഷരങ്ങളിലേക്കും സംക്രമിക്കുന്ന ഈ ഭാഷാബോധനം നമ്മുടെ പ്രൈമറി തലത്തിലെ ഭാഷാ ക്ലാസ്സുകളെ സർഗാത്മകവും സജീവവുമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. മഴമേളം എന്നൊരു പാഠഭാഗം പ്രൈമറി സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് എന്ന് വിചാരിക്കുക. മഴയെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയാം. ടീച്ചർ ഒരുക്കുന്ന സംഭാഷണ വേളയിൽ മഴ പെയ്താൽ നനയുമെന്നും മഴയിൽ തുള്ളിച്ചാടാൻ രസമാണെന്നും മഴയിൽ കടലാസ് തോണി ഒഴുക്കാം എന്നും ഒക്കെ കുട്ടികൾ സ്വന്തം അനുഭവങ്ങളോ അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളതോ ആയ അനുഭവങ്ങൾ ക്ലാസ് മുറിയിൽ പങ്കുവയ്ക്കുന്നു. അപ്പോൾ കുട്ടിയുടെ സംഭാഷണത്തിൽ നിന്ന് ഉതിരുന്ന അർത്ഥപൂർണ വാക്യങ്ങൾ ടീച്ചർ ബോർഡിൽ എഴുതുന്നു. എങ്ങനെയൊക്കെ? മഴ വന്നു, തോരാത്ത മഴ, മഴ തോർന്നു എന്നിങ്ങനെ ടീച്ചർക്ക് കുട്ടികൾ പറയുന്ന ആ ആശയത്തെ ടീച്ചർക്ക് എന്ത് ചെയ്യാം? ബോർഡിൽ എഴുതിയിടാം. ഇങ്ങനെയുള്ള ചെറിയ വാക്യങ്ങളിൽ നിന്ന് അക്ഷരരൂപവും ശബ്ദരൂപവും പൊരുത്തപ്പെടുത്തി ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ അതിൽ ആവർത്തിച്ചു വരുന്ന മഴ എന്ന വാക്കിലേക്കും മഴ എന്നീ അക്ഷരങ്ങളിലേക്കും കുട്ടികളുടെ ശ്രദ്ധ സ്വാഭാവികമായും എത്തിച്ചേരും. മലയുടെ മീതെ മഴ, മരത്തിനു മീതെ മഴ, പുഴയ്ക്കുമീതെ മഴ എന്നിങ്ങനെ മഴ എന്നീ അക്ഷരങ്ങൾ ആവർത്തിച്ചു പറയുകയോ പാടുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ ക്ലാസ് സർഗാത്മകമാകുന്നു. മാത്രമല്ല കുട്ടി അക്ഷരബോധം ആർജിക്കുകയും ചെയ്യും. ഇവിടെ കുട്ടിയും അധ്യാപികയും ചേർന്ന് സൃഷ്ടിക്കുന്ന ജൈവിക അന്തരീക്ഷത്തിൽ നിന്ന് ഭാഷയും അതിന്റെ ദൃശ്യരൂപമായ അക്ഷരങ്ങളും കുട്ടിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. കണ്ടോ? പണ്ട് പഠിച്ചതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായിട്ട് എത്രയോ ജൈവികമായിട്ടാണ് കുട്ടികൾ ആശയം പഠിക്കുന്നത്, അതിൽ നിന്ന് വാക്യങ്ങളിലേക്ക് എത്തുന്നത്, വാക്യങ്ങളിൽ നിന്ന് വാക്കുകളിലേക്കും വാക്കുകളിൽ നിന്ന് അക്ഷരങ്ങളിലേക്കും എത്തിച്ചേരുന്നത്. ഇതാണ് സ്വാഭാവികമായ പ്രക്രിയ എന്നാണ് ആധുനിക പഠന ബോധന ശാസ്ത്രം പറയുന്നത്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തൂലിക പടവാളാക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എഴുത്തിലൂടെ പോരടിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അനീതിക്കെതിരെ, അസമത്വത്തിനെതിരെ ഒക്കെ സാഹിത്യത്തിലൂടെ പോരടിക്കാൻ നമുക്ക് സാധിക്കും. നേരത്തെ സൂചിപ്പിച്ച തകഴി ശിവശങ്കര പിള്ളയുടെ പ്രധാനപ്പെട്ട ഒരു നോവലുണ്ട്. നോവലിന്റെ പേര് തോട്ടിയുടെ മകൻ എന്നാണ്. അച്ഛൻ എന്ത് തൊഴിലാണോ ഒരു കാലത്ത് ചെയ്തിരുന്നത് അത് മകനും അതേ ജോലി തന്നെ ചെയ്യണം എന്നൊരു അലിഖിത നിയമം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു നോവലാണേത്? തോട്ടിയുടെ മകൻ എന്നുള്ളത്. അതുപോലെ ജന്മികൾ കർഷകരെ ചൂഷണം ചെയ്യുന്ന
ആ ഒരു പ്രക്രിയ അതിനെ ഏറ്റവും സാഹിത്യവൽക്കരിച്ച് അവതരിപ്പിക്കുകയാണ് രണ്ടിടങ്ങഴി എന്ന നോവലിലൂടെ തകഴി ശിവശങ്കരപ്പിള്ള ചെയ്തത്. അപ്പോ ഇതൊക്കെ ഒരു തരത്തിൽ എന്താണ്, എഴുത്തിലൂടെ സമൂഹത്തിലെ അനീതിയോടുള്ള പോരാട്ടമാണ്. കണ്ടോ? അപ്പോ ഇത് തൂലിക പടവാളാക്കിയതിന് ഉദാഹരണമാണ്. അപ്പൊ തൂലിക പടവാളാക്കുക, എഴുത്തിലൂടെ പോരടിക്കുക. അങ്ങനെയാണെങ്കിൽ ചോദ്യം മാറുന്നു. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? തൂലിക പടവാളാക്കിയ കവി വയലാർ രാമവർമ്മയാണ്. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നതോ കുഞ്ചൻ നമ്പ്യാരാണ്. കേട്ടോ? ശരി. മറ്റു ചില പ്രധാനപ്പെട്ട ശൈലികൾ, പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചില ശൈലികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരാശ, പെരുനഷ്ടം. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പേരിനും പ്രശസ്തിക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വലിയ നഷ്ടമുണ്ടാവുകയും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യരായി തീരുകയും ചെയ്യും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു ശൈലി, ഓടാൻ വയ്യാത്തോൻ ചാടാൻ പോകരുത്, അല്ലെങ്കിൽ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ, അവനവനെ കൊണ്ടാകാവുന്നതേ ചെയ്യാകൂ. ഇല്ലെങ്കിൽ അതിനപ്പുറം ചെയ്താൽ എന്ത് സംഭവിക്കും? പരാജയപ്പെട്ടു പോവുകയും നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ ഇളിഭ്യരായി തീരുകയും ചെയ്യും. അരി എറിഞ്ഞാൽ 1000 കാക്ക. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നേട്ടമുണ്ടാകുമെന്നറിഞ്ഞാൽ ആളുകൾ തടിച്ചുകൂടും. എന്തെങ്കിലുമൊക്കെ സൗജന്യമായിട്ട് എവിടെയെങ്കിലും വിതരണം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞാൽ ആളുകൾ അവിടെ തടിച്ചു കൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെ സൂചിപ്പിക്കാനൊക്കെ ആയിട്ടാണ് ഏത് ശൈലി ഉപയോഗിക്കുന്നത്? അരി എറിഞ്ഞാൽ 1000 കാക്ക. മറ്റൊന്ന്, നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറഞ്ഞാൽ എന്താ? കാലത്തിനനുസരിച്ച് സ്വയം മാറാൻ ശ്രമിക്കുക. അതാണ് നാടോടുമ്പോൾ നടുവേ ഓടുക. അടുത്തത് ആഗമസന്ധിക്കുള്ള ഉദാഹരണം ഏതാണ്? വിലസിന എന്നുള്ള പദമാണ്. വിലസിന എന്ന പദം എങ്ങനെയാ പിരിച്ചെഴുതുന്നേ? വിലസി അധികം ആ, അതാണ് എന്താകുന്നത്? വിലസിന എന്നാകുന്നത്. ഈ ആ എന്ന അക്ഷരം എവിടെയും പോയിട്ടില്ല. ആയുടെ കൂടെ എന്തും കൂടി വന്നു? ന എന്ന ശബ്ദം കൂടി വന്നു. ന എന്നുള്ളത് ന എന്ന ശബ്ദവും ആ എന്ന ശബ്ദവും ചേർന്നതാണ്. വിലസി അധികം ആയാണ് ചേർത്തെഴുതുമ്പോൾ വിലസിന എന്നാകുന്നത്. അതുകൊണ്ട് അത് എന്തിന് ഉദാഹരണം? ആഗമസന്ധിക്ക് ഉദാഹരണം. ബാക്കിയുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. വരിക അധികം ഇല്ല, അത് 2 തരത്തിൽ ചേർത്തെഴുതാം കേട്ടോ. വരികില്ല, വരികയില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വരികില്ല എന്ന പദവും വരികയില്ല എന്ന പദവും പിരിച്ചെഴുതുന്നത് എങ്ങനെ തന്നെയാണ്? വരിക അധികം ഇല്ല എന്ന് തന്നെയാണ്. വരിക അധികം ഇല്ല സമം വരികില്ല എന്ന് പറയുമ്പോ അത് ലോപസന്ധിക്ക് ഉദാഹരണമാണ്. ഏതക്ഷരമാണ് അവിടെ ലോപിച്ചത്? വരിക എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് ഏതക്ഷരം കൂടിയുണ്ട്? ആ എന്ന അക്ഷരം കൂടിയുണ്ട്. ഈ ആയാണ് ചേർത്തെഴുതിയപ്പോൾ ലോപിച്ചു പോയത്. അതുകൊണ്ട് അതെന്തിന് ഉദാഹരണമാകുന്നു? ലോപസന്ധിക്ക് ഉദാഹരണമാകുന്നു. ഇനി വരികയില്ല എന്ന് പറയുമ്പോഴോ വരികയില്ല, അവിടെ പുതിയതായിട്ടൊരു അക്ഷരം വന്നു അല്ലെ? യാ എന്ന പുതിയൊരു അക്ഷരം ചേർത്തെഴുതിയപ്പോൾ ആഗമിച്ചത് കൊണ്ട് വരികയില്ല എന്ന് പറഞ്ഞാൽ അത് ആഗമസന്ധിയും വരികില്ല എന്ന് പറഞ്ഞാൽ അത് ലോപസന്ധിയുമാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കിക്കേ. പോക അധികം അരുത്, പോകരുത്. ഇവിടെ എന്താ സംഭവിച്ചത്? ക എന്ന് പറയുന്നിടത്ത് ഒരാ കൂടിയുണ്ട്. പോക, അവിടെ ഒരായുണ്ട്. അരുത് എന്ന വാക്ക് പറഞ്ഞു തുടങ്ങുന്നത് ഒരായിലാണ്. അപ്പൊ മൊത്തം 2 അകാരങ്ങളാണുള്ളത്. പക്ഷെ ചേർത്തെഴുതിയപ്പോ പോകാരുത് എന്നല്ല നമ്മൾ പറയുന്നത്, പോകരുത് എന്നാ പറയുന്നത്. അവിടെ എത്ര ആയേ ഉള്ളൂ? ഒരായേ ഉള്ളൂ. കാരണം എന്താ? ആയും ആയും കൂടി ചേർന്നാൽ ആ എന്നാ കിട്ടുന്നത്. ഇവിടെ ദീർഘം വന്നോ? ഇല്ല, ഒരായേ വന്നിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ഒരു ആ ലോപിച്ചു പോയി. അതുകൊണ്ട് ഏത് സന്ധിയാണ്? ലോപസന്ധിയാണ്. മറ്റൊന്ന് കടൽപ്പുറം അല്ലെ? കടൽ അധികം പുറമാണ് ചേർത്തെഴുതുമ്പോ എന്താകുന്നത്? കടപ്പുറമാകുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇത് ദ്വിത്വസന്ധിയാണ് എന്ന് തോന്നും. പക്ഷെ ആണോ? അല്ല. കാരണം എന്താ? എന്ന ശബ്ദം ലോപിച്ചു പോവുകയും പിന്നെയോ ഇവിടെ ഒരു പായേ ഉള്ളൂ. ഇത് ചേർത്തെഴുതിയപ്പോ 2 പായായി. അപ്പോ ഒരു പാ ആഗമിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വന്നാൽ അതിനെ എന്താ വിളിക്കുന്നത്? ആദേശസന്ധി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കടപ്പുറം എന്നുള്ളത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്.
കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പദമാണ് ചോദിച്ചത് അല്ലെ. അതേതാണ്? വിശ്വസ്തൻ ആണ്. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വസ്തൻ എന്ന് പറഞ്ഞാലും വിശ്വാസ്യൻ എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? വിശ്വസിക്കാവുന്നവൻ എന്നർത്ഥം വരുന്ന പദമാണ് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും. വിശ്വരൂപൻ എന്ന് പറഞ്ഞാലോ വിശ്വം തന്നെ അവന്റെ രൂപമായിരിക്കുന്നവൻ, ഈശ്വരന്റെ പര്യായമാണ് വിശ്വരൂപൻ എന്നുള്ളത്. പ്രപഞ്ചം മുഴുവൻ തന്റെ രൂപമായിട്ടുള്ളവനാണ് വിശ്വരൂപൻ. വിശ്വസ്തൻ എന്ന് പറഞ്ഞാലും വിശ്വാസ്യൻ എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ കൊള്ളുന്നവൻ എന്ന് അർത്ഥം. അടുത്ത ചോദ്യം നോക്കൂ. മുല്ലപ്പൂവ് എന്നതിലെ സമാസം ഏതാണ്? തത്പുരുഷ സമാസമാണ്. മുല്ലപ്പൂവ് എങ്ങനെ വിഗ്രഹിക്കാം? മുല്ലയുടെ പൂവ് എന്നാണ് വിഗ്രഹിക്കുന്നത്. ഉടേ എന്നുള്ളത് ഏത് വിഭക്തിയുടെ പ്രത്യയമാണ്? സംബന്ധികാ വിഭക്തിയുടെ പ്രത്യയമാണ് ഡേ അല്ലെങ്കിൽ ഉടേ. അപ്പൊ വിഗ്രഹിക്കുമ്പോ നടുക്ക് ഏത് വിഭക്തി പ്രത്യയം വരുന്നു എന്ന് നോക്കുക. ആ വിഭക്തി പ്രത്യയം ഏത് വിഭക്തിയുടേതാണ് എന്ന് തിരിച്ചറിയുക. അതിന്റെ കൂടെ തൽപുരുഷൻ എന്ന് ചേർത്താൽ സമാസം കിട്ടും. കിട്ടിയോ? മുല്ലപ്പൂവ്, മുല്ലയുടെ പൂവ്. ഉടേ എന്നുള്ളത് സംബന്ധികാ വിഭക്തിയാണ്. അപ്പൊ ഏത് സമാസമാണ്? സംബന്ധികാ തൽപുരുഷനാണ്. കണ്ടോ? അതുപോലെ ദ്വിഗുസമാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വിഗുസമാസം പൂർവപദം എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അത് ദ്വിഗുസമാസമായിരിക്കും. 3 കൂടിയ കവലയ്ക്കാണ് മുക്കവല എന്ന് പറയുന്നത്. 4 കൂടിയ കവലയ്ക്കാണ് നാൽക്കവല എന്ന് പറയുന്നത്. 5 ലോഹങ്ങൾ ചേരുന്നതിനെയാണ് പഞ്ചലോഹം എന്ന് പറയുന്നത്. 5 പാണ്ഡവന്മാരെയാണ് പഞ്ചപാണ്ഡവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. 7 മഹർഷിമാരെയാണ് സപ്തർഷികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ പൂർവപദം എന്താണ്? സംഖ്യാശബ്ദമാണ്. അല്ലെങ്കിൽ എത്ര പേരെ കുറിച്ചാണോ പറയുന്നത് അവരുടെ എണ്ണത്തെയാണ് ആദ്യ പദം സൂചിപ്പിക്കുന്നത് എങ്കിൽ അതെന്തായിരിക്കും? ദ്വിഗുസമാസമായിരിക്കും. എന്താണ് ദ്വന്ദ്വ സമാസം? ആദ്യത്തെ വാക്കിനും രണ്ടാമത്തെ വാക്കിനും തുല്യ പ്രാധാന്യമാണെങ്കിൽ അത് ദ്വന്ദ്വ സമാസമാണ്. കൈകാലുകൾ, മാതാപിതാക്കൾ, സുഖദുഃഖങ്ങൾ, വൃദ്ധിക്ഷയങ്ങൾ എന്നൊക്കെ പറയുന്നിടത്ത്, ലവകുശന്മാർ എന്നൊക്കെ പറയുന്നിടത്ത് ആദ്യത്തെ വാക്കിനും രണ്ടാമത്തെ വാക്കിനും തുല്യ പ്രാധാന്യമാണ്. അതുകൊണ്ട് അത് എന്തിന് ഉദാഹരണമാണ്? ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമാണ്. മറ്റൊരു സമാസം നോക്കാം. ബഹുവ്രീഹി സമാസം. സമാസത്തിൽ എന്തായാലും 2 വാക്കുകൾ ഉണ്ടാകും. ഈ 2 വാക്കുകൾക്കുമല്ല പ്രാധാന്യം മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുകയാണെങ്കിൽ ആ സമാസത്തെയാണ്, അന്യപദാർത്ഥ പ്രധാനമായ ആ സമാസത്തെയാണ് ബഹുവ്രീഹി സമാസം എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ചെന്താമരക്കണ്ണൻ അല്ലെ വിഷ്ണുവിന്റെ പര്യായമാണ് എന്ന് നമുക്കറിയാം. ചെന്താമര എന്ന വാക്കിനുമല്ല പ്രാധാന്യം. കണ്ണോട് കൂടിയവൻ എന്ന അർത്ഥം വരുന്ന കണ്ണൻ എന്ന വാക്കിനുമല്ല പ്രാധാന്യം മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇതിനെ എന്ത് വിളിക്കാം? അന്യപദാർത്ഥ പ്രധാനം, ബഹുവ്രീഹി എന്ന് വിളിക്കാം. നാൻമുഖൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 4 മുഖത്തോട് കൂടിയവൻ ആരോ അവൻ. അതാരാണ്? ബ്രഹ്മാവാണ്. അപ്പൊ ബ്രഹ്മാവ് എന്നുള്ളത് ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ നാൻമുഖൻ എന്നുള്ളത് ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമാണ്. മുക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? 3 കണ്ണുള്ളവൻ ആരോ അവൻ. അങ്ങനെ വിഗ്രഹിക്കുമ്പോ അത് പ്രാധാന്യം ശിവനിലേക്ക് പോയി. 3 എന്ന സംഖ്യക്കുമല്ല, കണ്ണോട് കൂടിയവൻ എന്ന വാക്കിനുമല്ല പ്രാധാന്യം. 2 വാക്കും കൂടി ചേർന്ന് പ്രാധാന്യം മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതാകയാൽ അത് ബഹുവ്രീഹി സമാസം. കിട്ടിയല്ലോ? ഏകദേശം ഒരു ധാരണ ഇതിൽ നിന്ന് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ മൂല്യനിർണയത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏതാണ്? പാഠ്യപദ്ധതിയൊക്കെ തയ്യാർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അല്ലെ, അവരുടെ ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും ഒക്കെ തിരിച്ചറിഞ്ഞാണ് പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്. പക്ഷേ മൂല്യനിർണയം എന്ന് പറയുന്നത് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ആണ്. അതായത് ഈ പറഞ്ഞ പാഠ്യപദ്ധതിയൊക്കെ ആവിഷ്കരിച്ച് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ച് അതിൽ നിന്നും അല്ലെ കുട്ടികൾക്ക് എന്തൊക്കെ നേടാൻ സാധിച്ചു, പാഠ്യപദ്ധതി എത്രത്തോളം വിജയകരമായി എന്നൊക്കെയുള്ള
കാര്യങ്ങളാണ് എന്തിൽ നിന്നും മനസ്സിലാകുന്നത്? ഫൈനൽ ഇവാലുവേഷനിൽ നിന്ന് മനസ്സിലാകുന്നത്. മൂല്യനിർണയത്തിന്റെ ലക്ഷ്യത്തിൽ പെടുന്ന ഒന്നല്ല കുട്ടിയുടെ വ്യക്തിഗത ആവശ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത്. അത് പാഠ്യപദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതാണ്? മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി എന്നുള്ളതാണ് ശരിയായ വാക്യം. ഇത് പലപ്പോഴും തെറ്റായ വാക്യം എന്ന നിലയ്ക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. എങ്ങനെയാണ്? മഹാകവിയുടെ അമ്മ ബാല്യത്തിലെ മരിച്ചുപോയി എന്ന് പറയുമ്പോ അല്ലെ, അവിടെ എന്താ തകരാറ്? അമ്മ എന്ന വാക്ക് ഇപ്പുറത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? മഹാകവിയുടെ അമ്മയാണ് ബാല്യത്തിൽ മരിച്ചുപോയത് എന്ന അർത്ഥം വരും അല്ലെ. മഹാകവിയുടെ അമ്മ ബാല്യത്തിലെ മരിച്ചുപോയാൽ പിന്നെ മഹാകവി ഉണ്ടാകുവോ? ഇല്ല എന്നുള്ളതാണ്. അത്തരത്തിൽ അല്ലെ വാക്ക് ഇപ്പുറത്തേക്ക് ഇട്ട, അമ്മ എന്ന വാക്ക് ഇപ്പുറത്തേക്ക് ഇട്ടതിന് ശേഷം ഇത് തെറ്റായ വാക്യം എന്ന നിലയിൽ പരീക്ഷയ്ക്ക് വരാറുള്ളതാണ് കേട്ടോ. ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ. ഏകദേശം 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി. എന്താ അതിലെ തകരാറ്? ഏകദേശം എന്ന് പറഞ്ഞാലും ഓളം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാ? അപ്രോക്സിമേറ്റ്ലി എന്നാണ് അർത്ഥം. അപ്പൊ രണ്ടും കൂടി ഒരു വാക്യത്തിൽ പ്രയോഗിക്കരുത്. ഒന്നുകിൽ ഏകദേശം അല്ലെങ്കിൽ ഓളം, രണ്ടിൽ ഒന്നേ പ്രയോഗിക്കാവൂ. അപ്പൊ ഈ വാക്യത്തെ നമുക്ക് രണ്ട് തരത്തിൽ ശരിയാക്കി എഴുതാം. എങ്ങനെയൊക്കെയാണ്? ഒന്നുകിൽ ഏകദേശം 100 ആളുകൾ സിനിമയ്ക്ക് പോയി, അല്ലെങ്കിലോ 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി. രണ്ടും ശരിയാണ്. പക്ഷെ രണ്ടും കൂടി ഒരു വാക്യത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത്, നടക്കുവാനും സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. രണ്ട് ക്രിയകളെ കുറിച്ച്, രണ്ട് ക്രിയ എന്തു ആകട്ടെ, രണ്ട് കാര്യങ്ങളെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. നടക്കുക, സംസാരിക്കുക. ഇത് രണ്ടും ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രണ്ടിടത്തും എന്ത് ചേർക്കണം? ഒരേ പ്രത്യയം തന്നെ ചേർക്കണം. ഒന്നുകിൽ അയാൾക്ക് നടക്കുവാനും സംസാരിക്കുവാനും കഴിഞ്ഞില്ല, അല്ലെങ്കിലോ അയാൾക്ക് നടക്കുവാനോ സംസാരിക്കുവാനോ കഴിഞ്ഞില്ല. ഇവിടെ അയാൾ എന്ന വാക്കാണ് ഈ വാക്യത്തിലെ കർത്താവ്. അപ്പൊ ഏറ്റവും ഉചിതമായത് അയാൾ എന്ന വാക്ക് വാക്യത്തിന്റെ തുടക്കത്തിൽ വരിക എന്നുള്ളതാണ് വാക്യഘടനയനുസരിച്ച് ഏറ്റവും ശരിയായ പ്രയോഗം. ഇനി തന്നിട്ടുള്ള 4 ഓപ്ഷനുകളിൽ 4 ഓപ്ഷനുകളിലും അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കുക. ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ നടക്കുവാനും സംസാരിക്കുവാനും അയാൾക്ക് കഴിഞ്ഞില്ല എന്നാണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ ശരിയായ വാക്യമായിട്ട് പരിഗണിക്കണം കേട്ടോ. നമുക്ക് എപ്പോഴും വേണ്ടത് മോസ്റ്റ് പ്രോബബിൾ ആൻസർ ആണ്, മോസ്റ്റ് കറക്റ്റ് ആൻസർ അല്ല. തന്നിട്ടുള്ള 4 ഓപ്ഷനുകളിൽ ഉത്തരത്തോട് ചേർന്ന് നിൽക്കുന്ന ഓപ്ഷൻ ഏത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് ഏറ്റവും ശരിയായ വാക്യനിർമ്മിതിയാണ്. അയാൾ എന്നുള്ള കർത്താവ് വാക്യത്തിന്റെ തുടക്കത്തിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം. കിട്ടിയല്ലോ. അടുത്തത്, പെട്ടെന്നുണ്ടായ ആകസ്മിക മഴ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. പെട്ടെന്നുണ്ടായത് ആകസ്മികം. ഇവിടെ ഈ സവിശേഷ സാഹചര്യത്തിൽ രണ്ട് വാക്കിനും ഒരേ അർത്ഥമാണ്. കാരണം പെട്ടെന്നുണ്ടാകുക എന്നുള്ളത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്പീഡിൽ ഉണ്ടാവുക എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ അപ്രതീക്ഷിതമായി ഉണ്ടാവുക എന്ന അർത്ഥത്തിലാണ്. ആകസ്മികം എന്ന വാക്കിന്റെ അർത്ഥവും എന്തു തന്നെയാണ്? അപ്രതീക്ഷിതം എന്നാണ്. അപ്പൊ ഈ വാക്യത്തെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? പെട്ടെന്നുണ്ടായ മഴ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു, അല്ലെങ്കിലോ ആകസ്മിക മഴ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് കർമ്മണി പ്രയോഗമാണ്. ഈ പെടുക എന്ന വാക്ക് ഒരു വാക്യത്തിൽ കണ്ടാൽ അത് കർമ്മണി പ്രയോഗമാണെന്ന് തിരിച്ചറിയുക. കർമ്മണി പ്രയോഗം മലയാളത്തിൽ ആശാസ്യമല്ല, അല്ലെ? ഇംഗ്ലീഷിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ആക്റ്റീവ് വോയിസിനെയാണ് കർത്തരി പ്രയോഗം എന്ന് പറയുന്നത്, പാസീവ് വോയിസിനെയാണ് കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത്. പാസീവ് വോയിസ് ഇംഗ്ലീഷിൽ അത്രയും നല്ലതല്ല എന്ന് പറയാറുണ്ട്. ആക്റ്റീവ് വോയിസിൽ വേണം എപ്പോഴും ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ ഈ പറയുന്ന കർമ്മണി പ്രയോഗം, പെടുക എന്ന വാക്ക് വരുന്ന കർമ്മണി പ്രയോഗം മലയാളത്തെ സംബന്ധിച്ച് തെറ്റാണ്, അത് പ്രയോഗിക്കരുത് എന്ന് പറയുന്നു. കർത്തരി പ്രയോഗമാണ് ശരിയായ രീതി. അപ്പൊ എന്തു മതി? ഒന്നുകിൽ പെട്ടെന്നുണ്ടായ മഴ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു, അല്ലെങ്കിലോ ആകസ്മിക മഴ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ സെഷനിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അവൾ പറഞ്ഞുപോയി എന്നുള്ളതാണ് അനുപ്രയോഗത്തിന് ഉദാഹരണമായിട്ട് പരിഗണിക്കാവുന്നത്. എന്താണ് അനുപ്രയോഗം?
ക്രിയയുടെ രൂപത്തെയും അർത്ഥത്തെയും പരിഷ്കരിക്കുവാൻ അതിനോട് മറ്റൊരു ക്രിയ കൂട്ടിച്ചേർക്കുന്നതാണ് അനുപ്രയോഗം. ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ക്രിയ എന്ന അർത്ഥത്തിലായിരിക്കില്ല ഈ പറയുന്ന അനുപ്രയോഗങ്ങളെ ഉപയോഗിക്കുക. അതാണ് അനുപ്രയോഗങ്ങളുടെ പ്രത്യേകത. കാണുമ്പോ ക്രിയയെന്ന് തോന്നുകയും എന്നാൽ ക്രിയയുടെ സ്വഭാവം അല്ലാതിരിക്കുകയും ചെയ്യുന്നു. എവിടെ? അനുപ്രയോഗത്തില്. നോക്കൂ, അറിയിച്ചു കൊള്ളുന്നു എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഇവിടെ അല്ലെ, നിങ്ങളെ ഏവരെയും ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിനയമാണ് അല്ലെ. നിങ്ങളൊക്കെ ദയവായിട്ട് കല്യാണത്തിന് വരണം, കല്യാണത്തിന് നിങ്ങളെ ഏവരെയും ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് വിനയപൂർവം കണ്ടോ അവിടെ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ആഘോഷിച്ചു വരുന്നു എന്ന് പറയുമ്പോഴോ അത് പതിവാണ്. എല്ലാ വർഷവും ഇവിടെ ഉത്സവം ആഘോഷിച്ചു വരുന്നു അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ? എല്ലാ വർഷവും എന്ന് പറയുമ്പോ തന്നെ എന്തായി? അത് പതിവിനെ കുറിക്കുന്നതായി. ആഘോഷിച്ചു വരുന്നു എന്ന് വേണ്ട. ഒന്നുകിൽ എല്ലാ വർഷവും ഇവിടെ ഉത്സവം ആഘോഷിക്കുന്നു, അല്ലെങ്കിലോ ഇവിടെ വർഷം തോറും ഉത്സവം ആഘോഷിച്ചു വരുന്നു, അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. അപ്പൊ ആഘോഷിച്ചു വരുന്നു, ചെയ്തു വരുന്നു. 10ാം ക്ലാസ് പരീക്ഷയുടെ ഫലം അറിഞ്ഞതിന് ശേഷം ഇവിടെ എന്ത് ചെയ്തു വരുന്നു? ഇവിടെ പഠന കിറ്റ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പുസ്തക വിതരണം നടത്തി വരുന്നു എന്നൊക്കെ പറയുമ്പോ അവിടെ വരുന്നു എന്ന വാക്കിന് കം എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ അത് പതിവിനെ കുറിക്കാനായിട്ടാണ് അവിടെ വരുന്നു എന്ന വാക്ക് ഉപയോഗിച്ചത്. അതുപോലെ പറഞ്ഞുപോയി, ഞാൻ പറയരുത് എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അറിയാതെ എന്റെ നാവിൽ നിന്നും വീണുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അവിടെ പോയി എന്ന വാക്കിന് ഗോ എന്നല്ല അർത്ഥം, പിന്നെയോ അറിയാതെ സംഭവിച്ചു പോയതാണ്, ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അശ്രദ്ധയെ കുറിക്കാനാണ് അവിടെ പോയി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ ചെയ്തു കളഞ്ഞു, പറഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറയാറുണ്ടല്ലേ. അങ്ങനെ ചെയ്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തിട്ട് ആ വസ്തു കൊണ്ടുപോയി കളഞ്ഞു എന്നല്ല അർത്ഥമാക്കുന്നത്. അവൻ എന്നാലും അങ്ങനെ ചെയ്തു കളഞ്ഞു, അവൻ അവളെ കൊന്നു കളഞ്ഞു അല്ലെ. വലിയൊരു കാര്യമായിരുന്നു, പക്ഷെ അവനത് നിസ്സാര ഭാവത്തോടു കൂടി ചെയ്തു അല്ലെ. ലാഘവത്തെ കുറിക്കാനായിട്ടാണ് അവിടെ കളഞ്ഞു എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുപോയി കളഞ്ഞു എന്ന അർത്ഥത്തിലല്ല ചെയ്തു കളഞ്ഞു എന്ന് പ്രയോഗിക്കുന്നത്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? അനുപ്രയോഗം എന്ന് വിളിക്കുന്നത്. കൊള്ളുക, വരുക, പോകുക, കളയുക, ഇതൊക്കെ ബാക്കി സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചാൽ അത് എന്തു മാത്രമായിരിക്കും? ക്രിയ മാത്രമായിരിക്കും. പക്ഷേ ഒരു ക്രിയയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് അനുപ്രയോഗത്തിന്റെ സ്ഥാനത്തായിരിക്കും നിലകൊള്ളുക. അനുപ്രയോഗത്തെ എങ്ങനെ തിരിച്ചറിയാം? വിനയം, പതിവ്, അശ്രദ്ധ, ലാഘവം എന്നിവയെ കുറിക്കാനായിട്ടാണ് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ക്രിയയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നത് എങ്കിൽ അത് അനുപ്രയോഗമാണെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. 2 വാക്കുകൾ ഉള്ളതിൽ ആദ്യത്തെ വാക്കിനെ പ്രാക്പ്രയോഗം എന്ന് വിളിക്കുന്നു. അതായത് ഈ തന്നിട്ടുള്ള ഉദാഹരണങ്ങളിൽ അറിയിച്ചു, ആഘോഷിച്ചു, പറഞ്ഞു, ചെയ്തു എന്നിവ എന്തിനുദാഹരണമാണ്? പ്രാക്പ്രയോഗത്തിന് ഉദാഹരണമാണ്. അതിന്റെ കൂടെ അർത്ഥത്തെ പരിഷ്കരിക്കുവാൻ വേണ്ടിയിട്ടാണ് കൊള്ളുന്നു, വരുന്നു, പോയി, കളഞ്ഞു തുടങ്ങിയ വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്തിനുദാഹരണമാണ്? അനുപ്രയോഗത്തിന് ഉദാഹരണമാണ്. ആദ്യം വരുന്നത് പ്രാക്പ്രയോഗവും രണ്ടാമത് വരുന്നത് അനുപ്രയോഗവുമാണ്. കിട്ടിയല്ലോ. പിന്നെ ഓപ്ഷൻ എ എന്തായിരുന്നു? അവൻ പോകട്ടെ. അട്ടെ എന്ന പ്രത്യയം ശ്രദ്ധിക്കുക. അട്ടെ എന്ന പ്രത്യയം ഏതിന്റെയാണ്? അത് പ്രകാരമാണ്. ഒരു നിയോഗത്തിന്റെ മാതിരി ധാത്വ അർത്ഥത്തെ കുറിക്കുന്നതിനെയാണ് നിയോജക പ്രകാരം എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ പോകട്ടെ, അങ്ങനെ വരട്ടെ, അങ്ങനെ കാണട്ടെ എന്നൊക്കെ പറയുന്നിടത്ത് അട്ടെ എന്ന പ്രത്യയമാണ് കാണാനാവുക. ഇത് ഏത് പ്രകാരത്തിന്റെയാണ്? നിയോജക പ്രകാരത്തിന്റെ പ്രത്യയമാണ്. അട്ടെ എന്നുള്ളത് നിയോജക പ്രകാരമാണ്. അപ്പൊ ഓപ്ഷൻ എ നിയോജക പ്രകാരത്തിന് ഉദാഹരണം. ഓപ്ഷൻ സി നോക്കിക്കേ. നാളെ നിങ്ങൾ വരണം. അണം എന്ന പ്രത്യയം കാണുമ്പോൾ അത് വിധിക്കുകയാണ്, അത് വിധായക പ്രകാരമാണ് എന്ന് തിരിച്ചറിയാം. വിധിമട്ടിലുള്ള ധാതുവിനെ കുറിക്കുന്നത് വിധായക പ്രകാരം. വിധിക്കുക, അതായത് ഒരു ഓർഡർ ഇടുകയാണ്. നീ നാളെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരണം
നിന്നെ എനിക്ക് നാളെ കാണണം എന്നൊക്കെ പറയുന്നിടത്ത് അണം പ്രത്യയമാണ് ഉപയോഗിക്കുന്നത്. അണം എന്നുള്ളത് വിധായക പ്രകാരത്തിന്റെ പ്രത്യയമാണ്. പ്രകാരമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഓപ്ഷൻ ഡി, പൂക്കൾ വിടരുന്നു. ഇവിടെ ഉന്നു അല്ലെ, പൂക്കൾ വിടരുന്നു. ഇവിടെ പറയുന്നത് കർത്താവ് ചെയ്യുന്ന ക്രിയയെ നിർദ്ദേശിക്കുക മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. പൂക്കൾ എന്ന വാക്കിന്റെ കൂടെ യാതൊരു വിധത്തിലുള്ള പ്രത്യയവും ചേർന്നിട്ടില്ല. ഞാൻ ഉറങ്ങി, ഞാൻ കിടന്നു, ഞാൻ പഠിച്ചു, അവൻ പഠിച്ചു, അവർ പോയി എന്നൊക്കെ പറയുന്നിടത്ത് കർത്താവിന്റെ കൂടെ യാതൊരു വിധത്തിലുള്ള പ്രത്യയങ്ങളും ചേരുന്നില്ല. മാത്രവുമല്ല കർത്താവ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അത് നിർദ്ദേശികാ വിഭക്തിക്ക് ഉദാഹരണമാണ്. പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുള്ളതാണ് പ്രത്യയങ്ങളില്ലാത്ത വിഭക്തി ഏതാണ്? ഉത്തരം നിർദ്ദേശിക വിഭക്തിയാണ്. ബാക്കി 6 വിഭക്തികൾക്കും എന്തുണ്ട്? പ്രത്യയങ്ങളുണ്ട്. നിർദ്ദേശികയ്ക്ക് മാത്രം പ്രത്യയങ്ങളില്ല. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഉന്നു എന്നൊരു പ്രത്യയം ഇവിടെ വിടരുക എന്ന ക്രിയയോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഉന്നു എന്നുള്ളത് വർത്തമാനകാലത്തെ കുറിക്കുന്നു. അതായത് പ്രസന്റ് ടെൻസിനെ കുറിക്കുന്ന പ്രത്യയമാണ് ഉന്നു എന്നുള്ളത്. പൂക്കൾ വിടരുന്നു പ്രസന്റ് ടെൻസ് ആണ്. പൂക്കൾ വിടർന്നു എന്ന് പറഞ്ഞാലോ അത് പാസ്റ്റ് ടെൻസ് ആയി. പൂക്കൾ ഇന്നലെ വിടർന്നതാണ്. പൂക്കൾ വിടരുന്നു, ഇപ്പതേ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രസന്റ് ടെൻസ് അല്ലെ. ഇന്നലെ വിരിഞ്ഞപ്പോഴല്ല, പൂക്കൾ വിടർന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ, ഭൂതകാലമാണ്. പൂക്കൾ വിടരുന്നു എന്ന് പറയുമ്പോഴോ അത് പ്രസന്റ് ടെൻസ് ആയി അഥവാ വർത്തമാനകാലമായി. പൂക്കൾ വിടരും എന്ന് പറഞ്ഞാലോ പ്രത്യയം ഭാവി കാലത്തിന്റെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിന്റെ പ്രത്യയമാണ്. കിട്ടിയല്ലോ. അങ്ങനെ കാലപ്രത്യയങ്ങളും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാറുണ്ട്. കിട്ടിയല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകളിലും മറ്റും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് ഓർത്തെടുക്കാൻ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു ഫൈനൽ ലാപ്പ് എന്ന നിലയിൽ ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ടാകും. പഠിച്ച പഴയ പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് സഹായകമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.